നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ നാളുകളിലും പൊരുതി നേട്ടത്തെ കൈവരിച്ച് സൗദി അറേബ്യ. സാംസ്കാരികവും സാമ്പത്തികവും സാമൂഹികവുമായ സമഗ്ര വികസന പരിവർത്തന പദ്ധതിയായി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ച വിഷൻ 2030 ആദ്യ 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ കാലത്തിനിടയിൽ രാജ്യം അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചതായി സാമ്പത്തിക വികസനകാര്യ കൗൺസിൽ ചെയർമാൻ കൂടിയായ സൗദി രാജകുമാരൻ പറയുകയുണ്ടായി. പദ്ധതിക്ക് വലിയ പിന്തുണയും പരിഗണനയും നൽകിയ സൽമാൻ രാജാവിന് കിരീടാവകാശി നന്ദിയും അറിയിച്ചു. കഴിഞ്ഞ 5 വർഷവും പ്രധാനമായും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആരോഗ്യരംഗത്തെ അടിയന്തര സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്നത് 87% ഉയർത്തിയിരുന്നു. മുമ്പ് ഇത് 36%. വാർഷിക റോഡ് അപകട മരണനിരക്ക് 1 ലക്ഷം ആളുകളിൽ 13.5 മരണമായി കുറയ്ക്കാൻ കഴിഞ്ഞു. നേരത്തെ ഇത് 28 ആയിരുന്നു. ഭവന നിർമ്മാണ മേഖലയിലെ നേട്ടങ്ങളും കൗൺസിൽ അവലോകനം ചെയ്തു. 5 വർഷത്തിനുള്ളിൽ വീട് ലഭിച്ചവരുടെ എണ്ണം 60% ഉയർന്നു. നേരത്തെ 47% ഭവന സഹായം ഉടനടി ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. നേരത്തെ 14 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. രാജ്യത്തെ പുരാവസ്തു പൈതൃക സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. യുനെസ്കോ പൈതൃക പട്ടികയിൽ 2020 വരെ 354 പുരാവസ്തു പൈതൃക സ്ഥലങ്ങൾ ഇടം നേടി. 2017 ഇടം നേടിയ സ്ഥലങ്ങളുടെ എണ്ണം 241 ആയിരുന്നു. ദേശീയ സാംസ്കാരിക പൈതൃക രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്ത നഗര പൈതൃക സ്ഥലങ്ങളുടെ എണ്ണത്തിലും വർധനമുണ്ടായി. 2020 സ്ഥലങ്ങളുടെ എണ്ണം 1000 വരെ എത്തി. 2016 400 സ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇരുഹറമുകളിലും പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിച്ചു. 5 മിനിറ്റിനുള്ളിൽ ഉംറ വിസകൾ നേടാൻ സാധിച്ചു. നേരത്തെ വിസ ലഭിക്കാൻ 14 ദിവസം എടുത്തിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ ലഭിക്കാനുള്ള സംവിധാനവും ആരംഭിച്ചു. ഇതുവഴി രാജ്യത്തെ വിനോദ സഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനും ധാരാളം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും സാധിച്ചു. ടൂറിസം മേഖല മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വളർച്ച രേഖപ്പെടുത്തി. കായിക രംഗത്ത് 2020 വരെ 2000-ലധികം കായിക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. 46 ദശലക്ഷം പേർ കായിക പരിപാടികൾ കാണാനെത്തി. വിനോദ മേഖലയിലെ കമ്പനികളുടെ എണ്ണം 1000 കവിഞ്ഞു. 2020 വരെ 1 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടായി. പരിസ്ഥിതി സംരക്ഷണ രംഗത്തും 5 വർഷത്തിനിടയിൽ വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചത്. സസ്യജന്തുജാലങ്ങളെയും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുന്നതിന് ധാരാളം പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. കാർബൺ ഡയോക്സൈഡ് ഉദ്വമനം കുറയ്ക്കുന്നതിന് പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു. ഇതിനായി മെഗാ പദ്ധതികളും ആരംഭിക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.